അസ്സലാമു വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. എനിക്കും സുഖം തന്നെയാണ്. കുക്കിംഗ്, ക്ലീനിങ്, മാനേജിങ് എ ഹൗസ് ഹോൾഡ്, ഇങ്ങനെ ഒരു എൻലെസ് ടാസ്കിൻ്റെ സീരീസ് ആയിട്ടാണ് ഹോം മേക്കിങ്ങിനെ പൊതുവെ കാണുന്നത്. പക്ഷേ എനിക്ക് എന്നെ തന്നെ ഡിസ്കവർ ചെയ്യാനുള്ള ഒരു ജേണി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. എന്നെക്കുറിച്ച് കൂടുതൽ പഠിക്കാനും എൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പഠിക്കാനും പിന്നെ എന്താണ് ലൈഫിൽ ട്രൂലി മാറ്റർ ചെയ്യുന്നത് എന്ന് പഠിക്കാനും വേണ്ടിയിട്ട് ഹോം മേക്കിംഗ് എങ്ങനെയാണ് ഹെൽപ്പ് ചെയ്തതെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഹോം മേക്കിംഗ് എന്നെ പഠിപ്പിച്ച ഫസ്റ്റ് ലെസണിൽ ഒന്നാണ് പേഷ്യൻസ്. അത് ചിലപ്പോൾ ഫുഡ് ഉണ്ടാക്കുന്ന കാര്യത്തിലായിരിക്കും, അല്ലെങ്കിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള മെസ്സസ് ഒക്കെ ഡീൽ ചെയ്യുന്നതിലാവാം, അല്ലെങ്കിൽ ഒരു 5 year old ബോയിനെ സ്വന്തമായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി പഠിപ്പിക്കുന്നതിലും ആവാം. ഇതിലേതായാലും ഞാൻ മെല്ലെ കാര്യങ്ങൾ കൊണ്ടുപോകാനും ആ പ്രോസസ്സ് എംബ്രേസ് ചെയ്യാനുമാണ് പഠിച്ചത്. പിന്നെ ലൈഫ് അല്ലെങ്കിൽ ഗ്രോത്ത് ശരിക്കും ചെറിയ ഡെലിബറേറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെയാണ് നടക്കുക എന്നും കൂടെ. നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്ന ടാസ്കുകളിലൊക്കെ ക്രിയേറ്റിവിറ്റി ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഞാൻ അടുത്തതായിട്ട് മനസ്സിലാക്കിയത്. ഹോം മേക്കിങ്ങിലൂടെ ശരിക്കും നമുക്ക് നമ്മളെ ക്രിയേറ്റീവായിട്ടുള്ള സൈഡും ഡിസ്കവർ ചെയ്യാൻ വേണ്ടി പറ്റും. ഹോം മേക്കിംഗ് വെറും ചോസ് മാത്രമല്ല, നമ്മളെ പേഴ്സണൽ ടച്ച് എല്ലാത്തിലും ആഡ് ചെയ്യാമെന്നാണ്. പെയിൻറ്റിങ് ഇഷ്ടപ്പെടുന്ന ആളായതുകൊണ്ട് തന്നെ എൻ്റെ കാര്യത്തിൽ ചിലപ്പോൾ അത് പെയിൻറ്റിങ്ങിന് വേണ്ടിയിട്ട് കളേഴ്സ് ബ്ലെൻഡ് ചെയ്യുന്നതിലായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റെസിപ്പിയൊക്കെ എക്സ്പെരിമെൻ്റ് ചെയ്യുന്നതിലാവാം. ഈവൻ നമ്മൾ ഓർഗനൈസിങ് വരെ നമുക്ക് ക്രിയേറ്റീവ് ആക്കാൻ വേണ്ടി പറ്റും. നമ്മൾ വിചാരിക്കാത്ത രീതിയിൽ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും ഹോം മേക്കിങ്ങിന് പറ്റും. ഓരോ ചെറിയ ടാസ്കിലും എത്ര ക്രിയേറ്റിവിറ്റി ഇൻവോൾവ് ആയിട്ടുണ്ടെന്ന് ശരിക്കും നമ്മൾ റിയലൈസ് ചെയ്യാണ്ട് പോവാണ്. എനിക്ക് എന്നോട് തന്നെ റീകണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി ഹോം മേക്കിങ്ങിലൂടെ. സെൽഫ് കെയർ പ്രയോറിറ്റൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ച്, പിന്നെ എനിക്ക് വേണ്ടി ടൈം കണ്ടെത്താം, നമുക്ക് ഹാപ്പിനെസ് കിട്ടുന്ന കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ടൈം കണ്ടെത്താം. ഇതൊക്കെ ഹോം മേക്കിങ്ങിലൂടെ പഠിച്ചതാണ്. ടേക്കിംഗ് കെയർ ഓഫ് ഹോം മാത്രമല്ല ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ, ശരിക്കും അത് ഹോമാക്കി എടുക്കുന്ന ആ ആളെയും കൂടി ടേക്ക് കെയർ ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് ഇഷ്ടപ്പെട്ടിട്ടൊന്നും ചെയ്യുന്നതായിരിക്കില്ല. ചിലതൊക്കെ നമുക്ക് ചെയ്യേണ്ടി വരുന്ന കാര്യങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങളും കൂടെ ചെയ്യുമ്പോഴാണ് എക്സൈറ്റിംഗ് ആവുക. കുക്കിംഗ് നല്ലോണം എൻജോയ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ എല്ലാ ടൈമും അങ്ങനെ കുക്കിംഗ് എൻജോയ് ചെയ്യുന്ന ആളല്ല. പക്ഷേ എനിക്ക് ഓരോ പുതിയ ഐറ്റംസ് ഒക്കെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കാൻ ഇഷ്ടമാണ്, ഒരു ചാലഞ്ചൊക്കെ പോലെ. അപ്പോഴാണ് ഒരു എക്സൈറ്റിംഗ് ഫീൽ ഉണ്ടാവുക. അതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കിയത്, ചില ടൈമിൽ നമ്മൾ കംഫർട്ട് സോണിൽ നിന്ന് പുറത്തേക്ക് വന്നാൽ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ചെറിയ സന്തോഷങ്ങളൊക്കെ നമുക്ക് കിട്ടും. കുക്കിംഗ് എൻ്റെ പാഷൻ അല്ലെങ്കിലും അതെൻ്റെ ടേംസിൽ എൻജോയ് ചെയ്യാനുള്ള വേയും ഞാൻ കണ്ടുപിടിച്ചു. എനിക്കതാണ് ഹോം മേക്കിംഗ് എന്ന് പറഞ്ഞാൽ. എവറി ഡേ ടാസ്ക് മീനിങ് ഫുൾ ആക്കാൻ നോക്കുക. അത് നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യമാണെങ്കിൽ പോലും. ഇന്ന് ഞാൻ ട്രൈ ചെയ്യുന്നത് സ്ട്രോബെറി പാൻ കേക്കാണ്. മോനിക്ക് പാൻ കേക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ സാധാരണ പാൻ കേക്ക് ഉണ്ടാക്കാറുണ്ട്, ജസ്റ്റ് പഴവും മുട്ടയും ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ ഇന്ന് ഞാൻ അതിൽ സ്ട്രോബെറിയും കൂടെ ആഡ് ചെയ്ത് നോക്കുകയാണ്. പഴം ഓവർ റൈപ്പ് പോയാൽ ഇവിടെ ആരും കഴിക്കില്ല. അപ്പോൾ ആ ടൈമിലൊക്കെ ഞാൻ അധികം പാൻ കേക്കിലങ്ങ് ഇടും. അതാകുമ്പോൾ മോനിക്ക് നല്ല ഇഷ്ടവുമാണ്, പിന്നെ നല്ല മധുരം ഉണ്ടാവും ഓവർ റൈപ്പ് ആയാൽ. അപ്പോൾ ഇവിടെ ഓവർ റൈപ്പ് ആയിട്ടുള്ളൊരു പഴം ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ പാൻ കേക്ക് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത് തന്നെ. അപ്പോൾ ആദ്യം പഴം ആഡ് ചെയ്തിട്ടുണ്ട്, പിന്നെ ഒരു മുട്ടയും ആഡ് ചെയ്തു. ഒരു 1 or 2 drops വാനില എസൻസ് ഞാൻ സാധാരണ ആഡ് ചെയ്യാറില്ല കേട്ടോ. അപ്പം ഇന്ന് ഞാൻ സ്ട്രോബെറി ഒക്കെ ഇട്ടിട്ട് ഉണ്ടാക്കില്ലേ എന്ന് വിചാരിച്ചിട്ട് ഒരു 2 drops ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ആട്ടപ്പൊടിയാണ് ആഡ് ചെയ്തത്. ഒരു പിഞ്ച് സോൾട്ടും ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്യുന്നുള്ളൂ, അങ്ങനെ ഭയങ്കരമായിട്ട് ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റാക്കി എടുക്കുന്നില്ല. കടിക്കുന്ന രീതിയിൽ തന്നെ ജസ്റ്റ് ഒന്ന് പൾസാക്കിയിട്ട് എടുക്കുക ചെയ്യുന്നത്. ഇങ്ങനെ കുറച്ച് ഈസി ആയിട്ടുള്ളതും പിന്നെ മോനിക്ക് ഇഷ്ടപ്പെട്ടതും ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതൊക്കെ തന്നെയാണ് ഞാൻ എപ്പോഴും സ്കൂളൊക്കെ വിട്ട് വന്നു കഴിഞ്ഞാൽ കൊടുക്കുക. ഇതൊക്കെ ആകുമ്പോൾ ഈസിയാണ്, ഉണ്ടാക്കാനും ഈസിയാണ്. പിന്നെ അധികം ടൈമൊന്നും വേണ്ട, പ്രിപ്പറേഷനും ടൈമൊന്നും കൂടുതലൊന്നും വേണ്ട. പിന്നെ ഹെൽത്തിയുമാണ്. പിന്നെ അവർക്ക് ഇഷ്ടമായതുകൊണ്ട് തന്നെ അവർ ഹാപ്പി ആയിട്ട് കഴിക്കുന്നത് കാണുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ്സുമാണ്. ഇടയ്ക്ക് ഞാൻ ഓട്സ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. ആട്ടപ്പൊടിക്ക് പകരം ഓട്സ് ഇട്ടിട്ട് ഉണ്ടാക്കാറുണ്ട്. അത് പിന്നെ വലിയ ഇഷ്ടമില്ല ഓട്സ് ഇട്ടിട്ട് ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് കൂടുതലും ആട്ടപ്പൊടി വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാറുള്ളത്. ഓട്സ് ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ കുറച്ചൊരു ഒരു വാട്ടറി, ഒരു സ്റ്റിക്കി ആയിട്ടാണ് തോന്നാറുള്ളത്. ആ ബാറ്ററിലേക്ക് കുറച്ചൊരു കാഡമം പൗഡറും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ ഗീ യൂസ് ചെയ്തിട്ടാണ് കേട്ടോ പാൻ കേക്ക് ഉണ്ടാക്കാറുള്ളത്.
അപ്പോൾ പാൻ കേക്ക് ഉണ്ടാക്കുമ്പം എനിക്ക് തോന്നിയിട്ടുള്ളത് സ്ട്രോബെറി പാൻ കേക്കൊക്കെ ആകുമ്പം സ്ട്രോബെറി ഒക്കെ കൂടുതൽ ഗ്രൈൻഡ് ചെയ്ത് പേസ്റ്റ് ആക്കി എടുത്താൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്നാണ്. പിന്നെ ഇങ്ങനെ ക്രഷ് ചെയ്തെടുക്കുമ്പോഴാണ് അതിൻ്റെ ടേസ്റ്റ് കിട്ടുക. പിന്നെ ലോ ഫ്ലെയിമിലിട്ടിട്ടാക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും പാൻ കേക്കൊക്കെ. കുറച്ച് നേരം ഒന്ന് ലോ ഫ്ലെയിമിൽ കവർ ചെയ്തിട്ട് കുക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ മോർണിംഗ് ജസ്റ്റ് ഒരു കോഫി കുടിച്ചതാണ്. അപ്പം ഞാനും ഇവൻ്റെ കൂടെ തന്നെ പാൻ കേക്ക് കഴിക്കാമെന്ന് വിചാരിച്ചു. എനിക്കും കൂടി ആക്കുകയാണ് ഇതിൻ്റെ കൂടെ തന്നെ. അപ്പോൾ അതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് ഹണി ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഹണിയാണ് കേട്ടോ. നമ്മൾ യൂസ് ചെയ്ത് ഏകദേശം തീരാറായി. കുട്ടികളൊക്കെ പെട്ടെന്ന് വളരുകയും ചെയ്യും. അവർക്ക് ആ ഒരു സമയം കൊണ്ടുണ്ടായ സാധനങ്ങളുടെ മെസ്സും വളരെ കൂടുതലായിരിക്കും. അപ്പോൾ ഇന്ന് ഞാൻ വിചാരിച്ചു അവൻ്റെ ഡ്രോവർ ഒന്ന് ഡീക്ലട്ടർ ചെയ്യാമെന്ന്. അതിൽ വേണ്ടാത്ത സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കാം, വേണ്ടിയ സാധനങ്ങളൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാം, അങ്ങനെ സ്പേസ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ കുറേ പുതിയ ഓരോ ബുക്സും ഇതൊക്കെ വാങ്ങുമ്പോൾ തന്നെ അവനിക്ക് കീപ്പ് ചെയ്യാൻ വേണ്ടി സ്പേസ് ഇല്ല. പണ്ട് മുതലേ ഉള്ള കുറേ ഐറ്റംസ് അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൂടിക്കിടക്കുന്നുണ്ട്. അവനിക്ക് പൊതുവേ അവൻ്റെ സാധനങ്ങളോടൊക്കെ കുറച്ച് ഓവറായിട്ട് ഇമോഷണലി അറ്റാച്ച്ഡ് ആയിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ ഒന്നും കളയാൻ വേണ്ടി സമ്മതിക്കില്ല. കുറേ കാലം മുന്നേ ഉള്ള സാധനങ്ങൾ വരെ അവൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ അവനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കാര്യങ്ങളുണ്ടാവും, അതൊന്നും കളയാൻ വേണ്ടിയിട്ട് സമ്മതിക്കില്ല. കുറേയൊക്കെ ഞാൻ എടുത്തിട്ട് മാറ്റി വെക്കാറുണ്ട്. ഇവൻ ഇതൊന്നും യൂസ് ചെയ്യാറില്ല. ജസ്റ്റ് അവൻ്റെ കബോർഡിലും ടോയ് ബോക്സിലൊക്കെ ആയിട്ട് മൊത്തം നിറഞ്ഞു കിടക്കാന്നല്ലാതെ അവൻ യൂസ് ചെയ്യാറില്ല. അപ്പോൾ കുറേയൊക്കെ ഞാൻ എടുത്തിട്ട് ബെഡ് ഫ്രെയിമിൻ്റെ അടിയിൽ കൊണ്ടുവെക്കും. പിന്നെ നല്ലോണം പൊട്ടിയതും തീരെ യൂസ് ചെയ്യാൻ പറ്റാത്തതൊക്കെ ആണെങ്കിൽ ഞാൻ എടുത്തിട്ട് അവൻ കാണാതെ കളയാറുമുണ്ട്. ഈ ഡ്രോവറിൽ മോസ്റ്റ്ലി അവൻ യൂസ് ചെയ്യാത്ത സാധനങ്ങളാണുള്ളത്. അപ്പോൾ കുറേയൊക്കെ ഞാൻ യൂസ്ഫുൾ ആയിട്ടുള്ള സാധനങ്ങൾ മാത്രം വെച്ചു. ബാക്കി അവൻ്റെ കുറച്ച് ബുക്സൊക്കെ ഉണ്ട്, പഴയ ബുക്സ്, പണ്ട് മുതലേ വരച്ചു തുടങ്ങിയ ബുക്സൊക്കെ അതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ആ ബുക്സൊക്കെ ഞാൻ എൻ്റെ ഒരു കസ്റ്റഡിയിൽ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വരച്ച ബുക്സും ഇതൊക്കെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. കുറച്ച് വലുതാവുമ്പം അവനക്ക് എന്നെ കാണിക്കാൻ നല്ല രസമല്ലേ. അതുകൊണ്ട് ഞാൻ വരയ്ക്കുന്ന ബുക്സും പേപ്പേഴ്സൊക്കെ ഞാൻ തന്നെ എടുത്ത് വെക്കാറുണ്ട്. എനിക്ക് ശരിക്കും പ്ലാന്റ്സിനോടൊക്കെ ഒരു ഇഷ്ടം വന്നത് ഹോം മേക്കിങ്ങിലൂടെയാണ്. ഈ പ്ലാന്റ്സിനെയൊക്കെ കെയർ ചെയ്യുന്നതെന്ന് എനിക്ക് മനസ്സിലായത് അറ്റൻഷൻ്റെയും കെയറിൻ്റെയും ഒക്കെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അല്ലെങ്കിൽ ഒരു കാര്യം ബ്യൂട്ടിഫുൾ ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ട് എടുക്കേണ്ട കുറച്ച് എഫേർട്ട് കൂടാണ് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റുക. പ്ലാന്റ്സ് ഗ്രോ ചെയ്യുന്നത് കാണുമ്പോൾ നല്ലൊരു ഹാപ്പിനെസ്സാണ് കിട്ടുക അല്ലേ. ജസ്റ്റ് ഒരു ലീഫ് കൂടുതൽ വന്നാലോ ഒരു ചെറിയൊരു പ്ലാന്റ് പുതിയത് വന്നാലോ ഒക്കെ നമുക്ക് പെട്ടെന്ന് നല്ല ഹാപ്പിനെസ്സാണ് കിട്ടുക. അതുപോലെ തന്നെയാണ് ഒരു ചെറിയ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള എഫേർട്ട് കാരണം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും എന്ന് നമുക്ക് റിയലൈസ് ആവും. പ്ലാന്റ്സ് ശരിക്കും നമുക്ക് വീടിനൊരു ഫ്രഷ് വൈബ്രൻ്റ് ഫീലാണ് തരിക. ബുക്ക് ഷെൽഫൊക്കെ പെട്ടെന്ന് പൊടി പിടിക്കും. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് ജസ്റ്റ് വൈപ്പ് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചു.
ഒരു സ്പേസ് റിഫ്രഷ് ചെയ്തിട്ട് അവിടെ നിന്ന് കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും അങ്ങോട്ടൊന്ന് നോക്കുമ്പോൾ കിട്ടുന്ന സാറ്റിസ്ഫാക്ഷനും പിന്നെ നമ്മൾ പ്ലാന്റ്സിനെയൊക്കെ കെയർ ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ വേറെ ലെവൽ തന്നെയാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഒരു ഹോം ലൈവായിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ബുക്സിൻ്റെ കൂടെ പ്ലാന്റ്സ് വെക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ബുക്സിൻ്റെയും ഗ്രീനറിൻ്റെയും ഒക്കെ ഒരു ഗുഡ് ബാലൻസ് നമുക്ക് ഒരു ഹോമിനെ വാമും ഇൻവൈറ്റിങ്ങും ആയിട്ട് ഫീൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. എനിക്ക് ഓരോ ഐറ്റംസ് ഇങ്ങനെ സ്വിച്ച് ചെയ്ത് വെക്കുന്നതും ഇഷ്ടമാണ് കേട്ടോ. അതിപ്പോൾ പ്ലാന്റ്സ് ആയാലും ശരി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഡെക്കോർ ഐറ്റംസ് ആയാലും, അല്ലെങ്കിൽ കിച്ചണിൽ എന്തെങ്കിലും ഷെൽഫിലുള്ള ഐറ്റംസ് ആയാലും, കിച്ചൺ ഡെക്കോർ ആണെങ്കിലും എനിക്കിങ്ങനെ സ്വിച്ച് ചെയ്യുന്നത് ഇഷ്ടമാണ്. അപ്പം ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്യാറുണ്ട്. അതൊരു റിഫ്രഷിങ് ഫീലാണ് തരുന്നത്. ചില ടൈമിൽ ഇങ്ങനത്തെ ഓരോ ചെറിയ കാര്യങ്ങളിൽ പോലും നമുക്ക് ഹാപ്പിനെസ് ഫൈൻഡ് ചെയ്യാൻ പറ്റും അല്ലേ? ഹോം മേക്കിങ്ങിലൂടെ ഞാൻ പഠിച്ചിട്ടുള്ള ഒരു വാല്യുബിൾ ആയിട്ടുള്ള വേറൊരു കാര്യമാണ് ചെറിയ കാര്യങ്ങളിലും ഹാപ്പിനെസ് കണ്ടെത്തുക എന്നുള്ളത്. എപ്പോഴും വലിയ എക്സൈറ്റിംഗ് ആയിട്ടുള്ള മൊമെൻ്റ് ഒന്നും ആവണമെന്നില്ല. ചിലപ്പം വെറുതെ റിലാക്സ് ആയിട്ടിരുന്ന് ഒരു ചായ കുടിക്കുന്നതിൽ പോലും നമുക്ക് ഹാപ്പിനെസ് കണ്ടെത്താൻ വേണ്ടിയിട്ട് പറ്റും. നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഒരു ഓർഡിനറി ആയിട്ടുള്ള മൊമെൻറ്റ്സ് വരെ നമുക്ക് ഒരു സ്പെഷ്യൽ ഫീല് തരും. ലൈക്ക് നമ്മളിപ്പോൾ കിഡ്സ് നല്ല ഹാപ്പി ആയിട്ട് കളിക്കുന്നത് കാണുമ്പോഴോ, അല്ലെങ്കിൽ നമ്മൾ ജസ്റ്റ് മൊത്തമായിട്ടൊന്ന് വീടൊക്കെ ഒന്ന് ക്ലീൻ ആക്കി കഴിഞ്ഞിട്ട് അവിടേക്കൊന്ന് നോക്കുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷനൊക്കെ ആവാം. ലൈഫ് ബ്യൂട്ടിഫുൾ ആവാൻ കോംപ്ലിക്കേറ്റഡ് ആവണമെന്നില്ല അല്ലേ? ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ സന്തോഷങ്ങളൊക്കെയാണ് ശരിക്കും ബ്യൂട്ടിഫുൾ ആക്കുന്നത്. أيحسب أن لن يقدر عليه أحد يقول أهلكت مالا لبدا أيحسب أن لم يره أحد ألم نجعل له عينين. ഹോം മേക്കിംഗ് ശരിക്കും അണ്ടർ വാല്യൂഡാണ്. ബട്ട് അത് തന്നെ പേഷ്യൻസ്, ക്രിയേറ്റിവിറ്റി, പിന്നെ സെൽഫ് ലവ്, ഇതിൻ്റെയൊക്കെ ചില മോസ്റ്റ് വാല്യുബിൾ ലെസൺസ് പഠിപ്പിച്ചിട്ടുണ്ട്. ഹോം മാനേജിങ് മാത്രമല്ല, നമ്മളെക്കുറിച്ച് ഡിസ്കവർ ചെയ്യാനും നമ്മളെ കൊണ്ട് എന്തൊക്കെ കേപ്പബിൾ ആണെന്ന് അറിയാനും കൂടി വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ വ്ളോഗ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, കോമെൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ്. നിങ്ങൾ എങ്ങനെയാണ് ഹോം മേക്കിംഗ് ഇമ്പാക്റ്റ് ചെയ്യുന്നത് എന്ന് അറിയാൻ ആഗ്രഹമുണ്ട്. സോ ഷെയർ യുവർ വ്യൂസ് ഇൻ ദ കോമെൻറ്റ് ബോക്സ്. സീ യു നെക്സ്റ്റ് ടൈം.